ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. മിത്ര, ഇപ്പൊ നിന്നെ കാണുമ്പോ എനിക്ക് എന്താ തോന്നുന്നറിയോ? എന്താ? വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഒരുപക്ഷെ താലി കെട്ടുന്നതിന് മുമ്പ് ഒരുപാട് പ്രപ്പോസൽസ് നിനക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നിന്നെ ഞങ്ങൾ സമ്മതിച്ചു കേട്ടോ. സൂര്യയെ കണ്ടൊരു ആഗ്രഹം തോന്നിയപ്പോഴേക്കും മറ്റെല്ലാം വലിച്ചെറിഞ്ഞ് അയാളെ സ്വന്താക്കാൻ തോന്നിയല്ലോ. ആ കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കേണ്ടത് മിത്രയുടെ അച്ഛനെയാണ്. യെസ്, ഞാൻ എന്താഗ്രഹിച്ചാലും അച്ഛൻ എനിക്കത് സാധിച്ചു തരും. സോ അസാധ്യമായൊരു കാര്യം ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദാറ്റ് ഈസ് മിത്ര. വാ വാ, ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു? മിത്രയ്ക്ക് ഇവളെ വെറുപ്പാണെന്ന് അറിയില്ലേ? സോറി ആന്റി, അവളിവിടെ അടങ്ങി ഒതുങ്ങി നിന്നോളൂ. വേലക്കാരിയല്ലേ. ആ ശരി, നിങ്ങൾ രണ്ടാളും വന്നേ. വാ കേറി വാ. ഇനി നിന്നെ വിളക്ക് വെച്ച് സ്വീകരിക്കണം. അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെ പത്രക്കാരെഴുതി പിടിപ്പിക്കുന്നുണ്ട്. ഇനി അവരങ്ങനെ തീരുമാനിച്ചാൽ അവരുടെ വിനീതദാസനായി ഞാൻ ആ പദവിയിൽ കയറിയിരിക്കും. അത്രേ ഉള്ളൂ. ആ വാ മക്കളെ, ഇത് പയ്യന്റെ സഹോദരിമാരാ. നമസ്കാരം. ഇന്ദരജ, വേദ. മോളെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതാ. ആ വേണി, ഇവർക്ക് എന്താ കുടിക്കാൻ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങാൻ നോക്കാം. അവിടെ ഗസ്റ്റുകളൊക്കെ എത്തി തുടങ്ങി. അയ്യോ വേണ്ട, ഞങ്ങൾ ഇപ്പൊ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്വന്തം വീടല്ലേ. എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ എടുത്തു കൊടുത്തോളാം. ആന്റി ഞങ്ങൾ ഇറങ്ങിക്കോളൂ. മിത്രയും കൂട്ടുകാരികളും മേക്കപ്പിന് കയറിയിട്ട് കുറെ നേരമായി. കുറച്ചു കഴിയുമ്പോ നിർബന്ധമായിട്ട് പിടിച്ചിറക്കണം, അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരിയിൽ വീടില്ല. മിത്ര, നിന്റെ സിസ്റ്റർ ഇൻ ലോ വന്നിട്ടുണ്ട്. കൂടെ ആ വേലക്കാരിയും. നീ അവളെ ഇങ്ങോട്ട് വിളിക്ക്, ആ വേലക്കാരിയെ. ഏയ് വേലക്കാരി, നിന്നെ മിത്ര വിളിക്കുന്നു. ഇങ്ങോട്ട് വാ. എന്താടി പറഞ്ഞത് കേട്ടില്ലേ? മുകളിലേക്ക് ചെല്ല്. അങ്ങളും ആന്റി ഇറങ്ങിക്കോളൂ. ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ നമുക്കിറങ്ങാം. നിങ്ങളും വാ. ശരി. എന്തിനായിരിക്കും ചേച്ചി നന്ദിനെ മുകളിലേക്ക് വിളിപ്പിച്ചത്? അതിന്റെ അർത്ഥം നമ്മളിട്ട ചൂണ്ടയിൽ മിത്ര കൊളുത്തിയെന്ന. എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, നമുക്കത് ലാഭമായിരിക്കും. മിത്ര, അവളിപ്പോ വരും കേട്ടോ. മാഡം, വാ വാടി. വാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് ഇന്ദ്രജ മാഡം കൂടെ വരാൻ പറഞ്ഞു. എന്തിന്? ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ. ഓ, ജോലി ചെയ്യാൻ വന്നതാണോ? എങ്കിൽ ഞാൻ നിനക്ക് ജോലി തരാം. ഇരിക്ക്. വേണ്ട മാഡം. ഇരിക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ? ഒപ്പം ഇരിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഇരിക്കാൻ മാത്രമാണ് പറഞ്ഞത്. വേലക്കാരികൾ ഒപ്പം ഇരിക്കുന്നതും അഭിപ്രായം പറയുന്നതും
ചിലപ്പോ സൂര്യയുടെ വീട്ടിലെ സിസ്റ്റം ആയിരിക്കും. പക്ഷെ ഇവിടെ വേലക്കാരികള് എന്റെ കാൽ ചുവട്ടിലായിരിക്കും തറയിലിരിക്കണി. കാലില് വല്ലാത്ത വേദന. അവിടെ മണ്ഡപത്തില് കുറെ നേരം നിക്കണ്ടല്ലേ, ഒന്ന് മസാജ് ചെയ്യ. ചെയ്യ. എന്താടി, ബുദ്ധിമുട്ടായോ? ഇല്ല. അതെങ്ങനെയാടി നീ സെലക്ട് ചെയ്ത അതേ സാരി തന്നെ സൂര്യ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തത്? ചോദിച്ചത് കേട്ടില്ലടി. എനിക്കറിയില്ല മാഡം. സോ വെറും ഒരു വേലക്കാരിയായ നീ സെലക്ട് ചെയ്ത സാരി ഉടുത്തോണ്ട് ഞാൻ വിവാഹ മണ്ഡപത്തിലേക്ക് കയറണം. എന്റെ വിവാഹ ജീവിതത്തിന്റെ ആദ്യ ദിവസം ഡിസൈൻ ചെയ്തത് ഒരു വേലക്കാരി അല്ലടി. ചെയ്യ. സൂര്യൻ കുടുംബവും കുറച്ചുനാളും നിന്റെ നാട്ടിലുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. നിന്നോടും നിന്റെ കുടുംബത്തോടും ഒക്കെ സൂര്യക്ക് ഭയങ്കര അടുപ്പമായിരുന്നു എന്ന് കേട്ടു. എന്റെ മദർ ഇൻ ലോ എന്നോട് പറഞ്ഞതാ. അന്നം തരുന്ന മുതലാളിയുടെ മോന് നാട് കാണിച്ചു കൊടുത്തു, കാഴ്ചകളും കാണിച്ചു കൊടുത്തു. ആ കൂട്ടത്തില് ഇനി വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോടി നിങ്ങൾ തമ്മില്?